Hello, my dear friends. Welcome to my YouTube channel PV's Pavilion. ഇന്ന് രണ്ട് മാച്ചുകളാണ് നടക്കുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ T20 മാച്ചിലെ മൂന്നാമത്തെ മത്സരം ഹോബാർട്ടിൽ നടന്നു കഴിഞ്ഞു. ഓക്കെ, മറ്റൊരു മത്സരം വേൾഡ് കപ്പ് വിമൻസ് ODI ഫൈനൽ മാച്ച് കളിക്കുകയാണ് ഇന്ന് ഇന്ത്യ അഗൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അതിനെപ്പറ്റി അത് രാത്രി ഒരുപാട് ലേറ്റാവും അത് കളി തീരുമ്പോഴത്തേക്ക്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. സോ റിഗാർഡിംഗ് T20 മാച്ച് അഗൻസ്റ്റ് ഓസ്ട്രേലിയ, ഇന്ത്യ വിൻസ് ദി ടോസ് ആൻഡ് വിൻസ് ദി മാച്ച്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ടോസ് ജയിച്ചിട്ട് ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് വിടുകയായിരുന്നു. ഓസ്ട്രേലിയ ഉണ്ടാക്കി 186 റൺസ്. ഈ 186 റൺസിൻ്റെ ഒരു ഇന്നിങ്സിൽ മെയിനായിട്ട് ടിം ഡേവിഡ് ഒരു 38 ബോൾസിൽ നിന്നും 74 റൺസ് അടിച്ചു. അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനസ്, അദ്ദേഹം 39 ബോളിൽ 64 റൺ എടുത്തു. ഇതാണ് അവർ മെയിൻ കോൺട്രിബ്യൂഷൻ ഉണ്ടായത്. ഓപ്പണേഴ്സൊന്നും തിളങ്ങിയില്ല. അതായത് അർഷദീപ് സിംഗ് ഇന്ന് ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. അദ്ദേഹം തീപ്പാറും ബോളിംഗ് ആയിരുന്നു. 3 wickets for 35 റൺസ്. വരുൺ ചക്രവർത്തി 2 വിക്കറ്റ് എടുത്തു. ശിവം ദുബെ 1 വിക്കറ്റ് എടുത്തു. ഇതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ 186 റൺസ് എന്ന് പറഞ്ഞാൽ അത് ചേസ് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡ് ചേസാവും. ഹോബർട്ടിലെ ഗ്രൗണ്ടിൽ 171 കൂടുതലൊരു ചേസ് ഇതുവരെ ആരും ചേസ് ചെയ്ത് ജയിച്ചിട്ടില്ല. അങ്ങനെ ഒരു മൈനസ് പോയിൻ്റ് ഉണ്ടായിരുന്നത്. ബട്ട് ഇന്ത്യ മാനേജ്ഡ് ദി സ്കോർ. ഇന്ത്യയിൽ സ്റ്റാർട്ടിംഗ് ഒന്നും നന്നായിരുന്നില്ല. അഭിഷേക് ശർമ്മ ആസ് യൂഷ്വൽ 25 റൺസ് എടുത്തു. ഓക്കെ, ഗില്ല് ഫോമിൽ വരുന്നില്ല. വളരെ മോശപ്പെട്ട സ്ഥിതിയാണ് കാണുന്നത്. അദ്ദേഹം വൈസ് ക്യാപ്റ്റനാണ് T20. സൂര്യകുമാർ ക്യാപ്റ്റൻ 24 റൺസ്. നല്ല പ്രോമിസിംഗ് ആയിട്ട് ബാറ്റ് ചെയ്തതാണ്. ഓക്കെ, ബട്ട് ഹൗവർ ഹി കുഡ് നോട്ട് പ്ലേ ലോങ് ഇന്നിങ്സ്. 24 റൺസ് എടുത്ത് ഔട്ടായി. തിലക് വർമ്മയും നല്ല ഒരു പ്രോമിസ് കാണിച്ചെങ്കിലും 29 റൺസ് ഔട്ടായി. ചെറിയ കോൺട്രിബ്യൂഷൻസാണ് ഓരോരുത്തർ. അക്സർ പട്ടേൽ 17 റൺസ്. അപ്പോൾ പാനിക് ബട്ടൺ ആയതാണ്. 4 വിക്കറ്റൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര വിഷയമായിരുന്നു. പക്ഷേ വാഷിങ്ടൺ സുന്ദർ അദ്ദേഹം ഇന്നൊരു ക്യാച്ച് വിട്ടിരുന്നു ടിം ഡേവിഡിൻ്റെ. ആ ഒരു വിഷയം, ആ ടിം ഡേവിഡിൻ്റെ ക്യാച്ച് ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഓസ്ട്രേലിയ ഇത്രയും ഒരു റൺ ഉണ്ടാക്കുമായിരുന്നില്ല. ഓക്കെ, ഏതായാലും അതിനെ റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചാരുതയോടെ ബാറ്റ് ചെയ്തു. 6ഉം 4ഉം ഒക്കെ അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു 49 റൺസ് നോട്ട് ഔട്ട്. ഒരു റണ്ണ് കൂടി എടുത്തിരുന്നെങ്കിൽ 50 അടിക്കാമായിരുന്നു, ഹാഫ് സെഞ്ചുറി തയ്ക്കാമായിരുന്നു. ബട്ട് എനിവേസ് 49 റൺസ് ഇസ് അബ്സല്യൂട്ട്ലി വെരി ഗുഡ് ഫോർ ദി വിന്നിംഗ് കോസ്. ജിതേഷ് വന്നിട്ട് ഒരു 22 റൺസ് എടുത്തിട്ട് മാച്ച് ഫിനിഷ് ചെയ്തു. ഓക്കെ, നാത്തൻ എല്ലിസ് 3 വിക്കറ്റ് എടുത്തു ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട്. അതുപോലെ ബാർട്ട്ലെറ്റ് 1 വിക്കറ്റ് എടുത്തു. സ്റ്റോയിനസ് 1 വിക്കറ്റ് എടുത്തു. 1 വിക്കറ്റ് ഈച്ച്. അപ്പോൾ ഇന്ത്യ കംഫർട്ടബിളി വൺ ദി ഗെയിം ബൈ 5 വിക്കറ്റ്സ്. ഓക്കെ, ഇതാണ്. അപ്പോൾ കളിയിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ടെന്ന് തോന്നുന്നു. ബാറ്റിംഗ് സ്റ്റഡി ആവുന്നില്ല. ഇത് ഒരു 200 എബോവ് സ്കോർ ആയിരുന്നെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നി കണ്ടിട്ട്. എനിവേസ്, കൺഗ്രാജുലേഷൻസ് ടീം ഇന്ത്യ. ഇപ്പോൾ 1-1 ആയിട്ട് കിടക്കുകയാണ്. ഇനി 2 മാച്ച് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഡിസൈഡിങ് ഫാക്ടറായിട്ട് ആ മാച്ചുകളായിരിക്കും വരിക. ഹു വിൽ വിൻ ദി സീരീസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.